പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 21 തീയതി തിങ്കളാഴ്ച. ഒരു പുതിയ പ്രഭാതം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ വലിയ കരുണയ്ക്ക് മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്ന് മുഴുവനും കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെയും കർത്താവ് ഇന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 41-ാം വചനം ധ്യാനിക്കാം. നിനിവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുതപിച്ചു. ഇതാ, ഇവിടെ യോനായേക്കാൾ വലിയവൻ. ഈശോ പരസ്യജീവിതം ആരംഭിച്ചതിന് ശേഷം പ്രവർത്തിച്ച് ഒരുപാട് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും പിന്നെയും സംശയിക്കുകയും അടയാളങ്ങൾ ചോദിക്കുകയും ചെയ്തവർക്ക് ഈശോ നൽകുന്ന മറുപടിയാണ് ഇന്നത്തെ വചനം. ഓരോ ദിവസവും പുരോഹിതന്റെ കൈകളിൽ ഉയർത്തപ്പെടുന്ന അപ്പവും വീഞ്ഞും തൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റി നമുക്ക് ഭക്ഷണമായി തരുന്നതിനേക്കാൾ വലിയൊരു അത്ഭുതം കർത്താവിന് പ്രവർത്തിക്കാനുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ ഈശോയോട് കൊച്ചു കൊച്ചു അത്ഭുതങ്ങൾ കാണിച്ചു തരണമേ എന്ന് സ്നേഹപൂർവ്വം ചോദിക്കാമെന്ന് ആത്മീയ പിതാവ് ബഹുമാനപ്പെട്ട കോടിക്കലച്ചൻ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പക്ഷേ അത്ഭുതങ്ങൾ കാണിച്ചാൽ മാത്രമേ കൂടെ നിൽക്കൂ എന്ന് ചിന്തിക്കുമ്പോൾ നാം ഫരിസയരെ പോലെയാകും. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ എൻ്റെ ഈശോയെ, എനിക്കും ഒരു അത്ഭുതം കാണിച്ചു തരണമേ എന്ന് ഇന്ന് നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.